അസ്സലാമലൈക്കും. നമ്മളെ കൂടെ നമ്മളെ പൊന്നു മോള് ഐസാവും കൂടെ ഇന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, അതായത് കരച്ചിലിനെ കുറിച്ചിട്ടാണ്. എന്തിനാണ് കരഞ്ഞത്, എങ്ങനെയാണ് കരച്ചിൽ എക്സ്പ്രസ് ചെയ്യേണ്ടത്, ഇത് നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഡോണ്ട് മിസ് ഇറ്റ്. ഇന്നത്തെ വീഡിയോ കണ്ടിന്യൂ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാണ് ഇവളിങ്ങനെ കരയുന്നത്. ഞാൻ ചോദിക്കട്ടെ, സത്യം പറഞ്ഞാൽ കരയാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥയിൽ കൂടിയാണ് ഞാൻ പോയിക്കൊണ്ടുണ്ടായിരുന്നത്. ഞാനൊരു കാര്യം പറയാം എല്ലാവരോടും, അതായത് ഏതാൾ സ്ത്രീയോ പുരുഷനോ ആവട്ടെ, നിർബന്ധമായും ഒരുപാട് ട്രാജഡിയിലൂടെ നിങ്ങൾ കടന്നു പോകും. അതുകൊണ്ട് തന്നെ എന്തായാലും കരയാതെ നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും ഗൈസ്. അതുകൊണ്ട് ഒരിക്കലും ഒരു കരയുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കരയരുതെന്ന് പറയരുത്. കരഞ്ഞോ എന്ന് വേണം പറയാൻ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കരയുന്ന ഒരു മനുഷ്യൻ പൊട്ടിട്ട് ഈ മനുഷ്യൻ കരയുന്നു, ഒരു എക്സാമ്പിളായി പറയുന്നു. ഈ സമയത്ത് നിങ്ങൾ പോയിട്ട് എന്തിനാ ഇങ്ങനെ കരയുന്നു വയ്ക്കും. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ വിഷമം റിലീസ് ചെയ്യേണ്ട ഒരു ഹോർമോണാണ് നമ്മളെ കണ്ണുനീരായിട്ട് മാറുന്നത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? പല കാര്യങ്ങളോട് യോജിപ്പിച്ചിട്ടാണ്. അപ്പം അതിലൊരു ഫീലിങ്സാണ്, ഒരു ഇമോഷൻസാണ് നമ്മൾ സങ്കടം വരുന്ന സമയത്ത് എക്സ്പ്രസീവായിട്ട് കരയുക എന്നത്. നമുക്ക് സങ്കടം വരുമ്പോൾ എന്തുകൊണ്ട് കണ്ണുനിന്ന് കണ്ണീരുകൾ വരുന്നു ആലോചിച്ചിട്ടുണ്ടോ? പക്ഷെ നമ്മളെ ആ ഉള്ളത്തെ വിഷമം, ഭയങ്കര അതികഠിനമായ വിഷമത്തെ നിഷ്പ്രയാസം പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അതിന് ദൈവം തന്നൊരു ഭാഗ്യമായിട്ട് നിങ്ങളെ കണ്ണുനീരിനെ കൺസിഡർ ചെയ്യും. അല്ലാതെ കരയുന്നൊരു വ്യക്തിയോട് ഒരു കാരണവശാലും നിങ്ങൾ കരയരുതെന്ന് പറയരുത്. ശരിക്കും പറഞ്ഞാൽ കരയുന്നത് പോലെ നിഷേധിക്കപ്പെട്ടൊരു ആളാണ് ഞാൻ. അപ്പം എന്തുകൊണ്ട് നിഷേധിക്കപ്പെട്ടു നിങ്ങൾ ചോദിക്കുക. എനിക്കിങ്ങനെ സങ്കടങ്ങൾ ഇങ്ങനെ ഓരോ ദൈനംദിനങ്ങളിലായി സങ്കടങ്ങൾ വരുന്നു. അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി എനിക്ക് കരയണം. ഈ കരയുന്ന സമയത്ത് എൻ്റെ ഫാമിലീസ് പറയും, എന്തിനാ കരയുന്നത്? കാരണം അവർക്ക് അത് താങ്ങാനുള്ള ശേഷിയില്ലെന്ന് അവർ പറയുന്നു. ശരി, നമ്മളൊരു വിഷമം കൊണ്ടാണ് കരയുന്നത് മനസ്സിലാക്കുന്നതിന് പകരം അത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് അത് സങ്കടം ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഫീലിംഗ് ചെയ്തത്? ഇപ്പം എൻ്റെ ഫ്രണ്ട് നാസി ജയശ്രീച്ചി വീട് കണ്ട് ഓൺ ദ സ്പോട്ട് വിളിച്ച് എന്തിനാ നീ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, സത്യത്തിൽ ഞാൻ ഈ കഴിഞ്ഞ ദിനങ്ങളിലുള്ള ഈ കരയുന്നതിനായിട്ട് ബന്ധപ്പെട്ട് നാസില എന്ന് പറഞ്ഞാൽ എൻ്റെ കോളേജിൽ ഒന്നിച്ച് പഠിച്ച ഫ്രണ്ടാണ്. സ്റ്റിൽ നമ്മൾ കുറച്ച് നാളായി ഇപ്പം ഈ യൂട്യൂബായിട്ടെല്ലാം ബന്ധപ്പെട്ട ശേഷം കുറച്ചും കൂടി ഞാൻ ആക്റ്റീവായ പിന്നെ ഞാൻ കോണ്ടാക്ട്സ് എല്ലാം കുറച്ചും കൂടി പുതുക്കി കൊണ്ടുവരുന്നു. അപ്പോൾ അതായിട്ട് ഞാൻ സംസാരിച്ച സമയത്ത് ഞാൻ അവളോട് പറഞ്ഞു, അപ്പോൾ ഓരോ ലൈഫിലും പല രീതിയിലുള്ള ട്രാജഡീസ് ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു, എന്തൊരു വിഷമം വന്നോട്ടെ, പക്ഷെ നീ അത് എക്സ്പ്രസീവായിട്ട് കരയണം. ഞാൻ ചോദിച്ചു അവളോട്, എങ്ങനെയാണ് നീ കരയാറ്? അപ്പം നിങ്ങൾ ചിന്തിക്കും, എങ്ങനെയൊക്കെ കരയാം ഉണ്ട്. എക്സ്പ്രസീവായിട്ടും കരയുക, അതേപോലെ തന്നെ ആരും അറിയാതെ. ചില ആൾക്കാർ ബാത്റൂം പോയിട്ടായിരിക്കും കരയിൽ, ചില ആൾക്കാർ ബെഡ്റൂമിൽ ഒതുങ്ങിക്കൂടി കരയും. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ എക്സ്പ്രസീവായി കരയൂ. എക്സ്പ്രസീവായി കരയുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്? നിങ്ങൾക്ക് ഏത് അറ്റം വരെയുള്ള ഇൻറ്റൻസിറ്റിയിൽ നിങ്ങൾക്ക് കരയാൻ സാധിക്കുമോ അത്രയും ഇൻറ്റൻസിറ്റിയിൽ നിങ്ങൾ കരയണം. കരയുന്ന സമയത്ത് നമുക്ക് ചുമക്കും, ചിലപ്പം ഛർദ്ദിക്കാൻ മുട്ടും, ചിലപ്പം അതികഠിനമായ തലവേദന അനുഭവപ്പെടും. എന്നാൽ പോലും നിങ്ങൾ കരച്ചിൽ നിർത്താൻ പാടില്ല.
കരഞ്ഞു വേണം നമ്മളെ മനസ്സിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ. ശരി, എവിടെയാണ് മനസ്സെന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും അറിയില്ല, പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയാം. അപ്പം നമ്മളെ മനസ്സിനെ ബാധിക്കുന്നത് പോലെ നമ്മളെ ബോഡിയും നമ്മളെ ഓരോരോ പ്രശ്നങ്ങളും ബാധിക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞ് അത് എക്സ്പ്രസീവായിട്ട് നിങ്ങൾ കരഞ്ഞ് തീർക്കുകയാണെങ്കിൽ നിങ്ങൾ വിജയത്തിൻ്റെ മുൻമുടിയിൽ നിങ്ങൾ എത്തുന്നതായിരിക്കും. അതുകൊണ്ട് ഡോണ്ട് ഫോർഗെറ്റ്. അതായത് ഞാൻ പറയുന്ന ഇന്നത്തെ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ സങ്കടം വന്നാൽ കരയുക. അതിങ്ങനെ മോങ്ങി കരയാതെ അലറിക്കരയുക. അതിൻ്റെ ഒരു സാവകാശം നിങ്ങൾക്ക് കിട്ടൂലായിരിക്കും. പക്ഷെ അതിൻ്റെ ഒരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. എന്നാൽ തന്നെ ഒരുപാട് റിലാക്സേഷൻ വരും. മനസ്സിലായ? ഇപ്പം ഞാനിപ്പോൾ ചിന്തിക്കുന്നു ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ്, ബിഗിനിങ് സ്റ്റേജ് ഐസാര, എൻ്റെ മോള് ബിഗിനിങ് സ്റ്റേജിലല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കരയാൻ പറ്റുന്നില്ല വെച്ചാൽ ഞാൻ കരയും. മറ്റുള്ളവർ വരെ എന്തെല്ലാം അള്ള തന്ന വിധിയല്ലേ, അള്ളായിട്ട് ഇതാക്കിയതല്ലേ, അപ്പം നീ സ്വർഗത്തിലാന്ന്, നീയും മകളും സ്വർഗത്തിലാന്ന്, അപ്പോൾ ഇവള് ഒരു പുഷ്പമായിട്ട് നീ കൺസിഡർ. ശരി തന്നെ, എല്ലാം ഇവർ പറയുന്നത് ശരിയാണ്. ഞാൻ ചോദിക്കുന്നു, ഈ വേദന അനുഭവിക്കുമ്പോൾ നിങ്ങളെ മനസ്സിനെ സന്തോഷിപ്പിക്കാനും സപ്പോർട്ട് ചെയ്യാനും നമ്മളെ ബോഡി, നമ്മളെ മനസ്സ്, ഈ രണ്ട് കാര്യങ്ങൾ ഇവർ രണ്ടും ചേർന്ന് അത് വേണം നമ്മൾ ഓവർകം ചെയ്യാൻ. നമ്മളടുത്ത് സപ്പോർട്ടീവായിട്ട് നമുക്ക് ഏറ്റവും ഇൻറ്റിമസിയിൽ ആൾക്കാരുണ്ടാവും. എന്നാൽ പോലും നമുക്ക് ഈ വേദന മറികടക്കാൻ പറ്റുന്നുണ്ടോ പലർക്കും? നിങ്ങൾ ചിന്തിക്കൂ പ്രേക്ഷകരെ. അപ്പം അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഈ കരയുന്നതും കരയാത്തതും. പാനിക് അറ്റാക്സ് വരും. എന്താണ് ഈ പാനിക് അറ്റാക്സ്? നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കും. എക്സ്ട്രീം ലെവൽ ഓഫ് ആൻസൈറ്റി ഇറ്റ്സ് കോൾഡ് പാനിക് അറ്റാക്ക്. അപ്പം അതുകൊണ്ട് കരച്ചിലിനെ പിടിച്ചു നിർത്തി ഒരിക്കൽ പോലും തന്നെ നിങ്ങൾ ആ ഒരു പ്രവൃത്തി ചെയ്യരുത്. ഈ കരച്ചിലിനെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ ഉള്ളിൽ വരുന്ന സ്വഭാവ വൈകല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? നമ്മൾ കഠിനമായ സങ്കടം അനുഭവിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ക്ലോസസ്റ്റായിട്ട് ആൾ വന്നിട്ട് നമ്മളോട് ചോദിക്കുന്നു, എന്തെങ്കിലും ഹെൽപ്പ് ചോദിക്കുന്നു. അപ്പം നമ്മൾ ആനടിച്ചതുപോലെ നമ്മൾ സംസാരിക്കും, എന്നെക്കൊണ്ട് പറ്റൂല, എന്തൊരു ചൊറയാണ് സംസാരിക്കാറുണ്ട്. നിങ്ങളെ തന്നെ വീക്ഷിച്ച് നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവരോട് ഇങ്ങനെ പെരുമാറുന്നത്. അപ്പം ആദ്യം നമ്മളെ തിരിച്ചറിയാൻ തുടങ്ങുന്ന നിമിഷങ്ങളിൽ മുതലാണ് നമ്മുടെ ജീവിതത്തിൽ ഉന്നത വിജയത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ഈ പറയുന്ന ഞാനായി പോലും ഇപ്പോഴാണ് ഓരോ കാര്യം റിയലൈസേഷനായി എൻ്റെ ജീവിതത്തിലേക്കുള്ള മുന്നോടിയായിട്ടുള്ള ഒരു ബിഗിനിങ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇനി ആ കരയിൽ വെച്ചാൽ ഇനി വിഷമങ്ങൾ വരുമ്പോൾ ഇനിയും ഞാൻ കരയും. എന്തുകൊണ്ട് ഞാൻ ഈ ഒരു ഫേസസിൽ കരയും നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഞാൻ എക്സ്ട്രീം ലെവൽ ഓഫ് ആൻസൈറ്റി എനിക്കുണ്ട് ആ ഒരു സ്റ്റേജസിൽ. ഈ ഒരുപാട് ഫേസസ് ഞാൻ അനുഭവിക്കുന്ന ടൈമിൽ അപ്പം ആ കാര്യങ്ങൾ ഓർക്കുമ്പം ഞാൻ ഇമോഷണലി ഞാൻ ഡൗൺ ആയി പോകും. അതാണ് ഞാൻ കാണുന്നത് ഈ കരയുന്ന വീഡിയോസ്. അല്ലാതെ അത് ഒരു നെഗറ്റീവായിട്ട് ആരും എടുക്കരുത്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് ഞാൻ വരും. ബൈ ബൈ.